എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് കുക്ക്ബുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നിവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കർക്കിടകക്കഞ്ഞിയൊക്കെ കുടിക്കാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ കർക്കിടകക്കഞ്ഞി കുടിച്ചില്ലെങ്കിലും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും അതേപോലെ നമ്മുടെ ശരീരത്തിലേക്കാണെന്നുണ്ടെങ്കിൽ ഉള്ള ആവശ്യമായിട്ടുള്ള ഫൈബർ, അതേപോലെ മിനറൽസ്, ആൻറ്റിഓക്സിഡൻസ്, വൈറ്റമിൻസ് ഇതെല്ലാം നമ്മൾ ഈ കഴിക്കുന്ന ഈ ഭക്ഷണത്തിലൂടെ നമുക്ക് കിട്ടുന്നതായിരിക്കുമേ. കർക്കിടകക്കഞ്ഞി കുടിക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഈ റെസിപ്പിക്കകത്തിലും നമ്മൾ സീഡ്സ് നട്ട്സൊക്കെ ഉപയോഗിച്ചാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അതിൽ ധാരാളം മിനറൽസും ഫൈബർസും അതുപോലെ ആൻറ്റിഓക്സിഡൻസും വൈറ്റമിൻസും എല്ലാം അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് കുറയ്ക്കാനും അതേപോലെ BP, കൊളസ്ട്രോള് ഇതെല്ലാമാണെന്നുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യിക്കാനും അതേപോലെ വെയിറ്റ് ലോസിനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ എല്ലാ സംഗതികളും ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അയൺ കണ്ടൻറ്റും ധാരാളം ലഭിക്കുന്നതാണ്. അപ്പോൾ ഡേറ്റ്സ് എന്ന് പറയുന്നത് ധാരാളം അയൺ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളതാണല്ലോ. ഞാനിവിടെ ഏകദേശം 25-30ഓളം ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. കുരുവൊക്കെ കളഞ്ഞ് അത് ഒരു മിക്സി ജാറിലിട്ടൊന്ന് അടിച്ചു വയ്ക്കാം നമുക്ക്. അത് ഒട്ടും വെള്ളം ഒഴിക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വയ്ക്കാം. 1 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കുമേ, ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും. ഇതിലേക്ക് ഞാൻ 50 ബദാം ഇവിടെ എടുത്തിരുന്നത്, അതിനെ 3 കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇത് 1 മിനിറ്റ് ഒന്ന് വറക്കുക. അതിനുശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും വാൾനട്ടും കൂടി ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട് ഞാൻ 25-30 എടുത്തു. വാൾനട്ട് 2 ടേബിൾ സ്പൂൺ എടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് വാട്ടർ മെലോൺ സീഡ്, അതേപോലെ സൺഫ്ലവർ സീഡ്, പംകിൻ സീഡ് ഇതെല്ലാം ഞാൻ 2 ടേബിൾ സ്പൂൺ വീതമായി എടുത്തിരിക്കുന്നത്. ഇതിനെ നമുക്കിതിലിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ കൂടെ നമുക്ക് ഇപ്പോൾ വെച്ചിരിക്കുന്ന റേസിൻസും കൂടി ഇട്ട് കൊടുക്കാം, അതായത് ഉണക്കമുന്തിരിയും കൂടെ. എല്ലാം കൂടെ ഒരു 4-5 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ട് വേണം വറക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ഇതിൻ്റെ കളർ ഒട്ടും മാറരുത്, അത് ശ്രദ്ധിക്കണേ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ എടുക്കുക, അതിലേക്ക് ഒരു 3 ടീസ്പൂണോളം എള്ളെടുക്കുക. ഞാനിവിടെ വെളുത്ത എള്ള ഉപയോഗിച്ചേക്കുന്നത്, കറുത്തത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിനെ ഒന്ന് വറുത്തെടുത്ത് നമ്മുടെ ആ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു പാനിൽ 1 ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ അരച്ചു മാറ്റി വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം. ഡേറ്റ്സിൽ ഒട്ടും വെള്ളം ഒഴിക്കരുത്, അത് ശ്രദ്ധിക്കണം. ആദ്യം നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ അതിങ്ങനെ ഒട്ടിപ്പിടിച്ച് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും നമുക്കിതിട്ട് ഇളക്കിയെടുക്കാനായിട്ട്. പക്ഷേ അതിനൊരു ഇച്ചിരി വേവാകുന്നതോടുകൂടി അത് പെട്ടെന്ന് തന്നെ അതൊരു സോഫ്റ്റ് ആകുന്നതായിരിക്കും. 2 മിനിറ്റ് 3 മിനിറ്റിനകത്ത് തന്നെ അത് ശരിയാകും. ആ സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാമേ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കാം നമുക്ക്. അതായത് വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ്, സീഡ്സ് എല്ലാം കൂടി ചേർത്ത് നമുക്ക് ഇതിനകത്തിലേക്ക് ലോ ഫ്ലെയിമിലിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഈ സമയത്ത് അത് ശരിയായിട്ട് ഇളകുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് തണുത്തിട്ട് വേണമെങ്കിൽ കൈ കൊണ്ടാന്നേലും ഇളക്കി കൊടുക്കാമേ. അപ്പോൾ ഇപ്പോൾ ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തു. എന്നിട്ട് ഇതിലേക്ക് തേൻ ഒഴിച്ച് കൊടുക്കുകയാണ്. 2-3 ടീസ്പൂൺ വരെ തേൻ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത്രയും ഒഴിക്കാൻ ആവശ്യമില്ല, ഇഷ്ടമില്ലാത്തവർക്ക് അത് കുറച്ച് 1 ടീസ്പൂണോ വല്ലതും ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ തീയൊക്കെ ഓഫ് ചെയ്ത് അത് കുറച്ച് തണുത്തായിരുന്നു, നല്ലതായിട്ട് കൈകൊണ്ട് ഇളക്കി റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇപ്പോൾ ഒരു ബട്ടർ പേപ്പറിലേക്ക് വേണം ഇതിനെ മാറ്റാനായിട്ട്. എൻ്റെ കയ്യിലപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ സിൽവർ ഫോയിലെടുത്തത്. ബട്ടർ പേപ്പറിലോട്ട് ഇതുപോലെ മാറ്റിയിട്ട് ചെറിയൊരു ചൂടുള്ളപ്പോൾ തന്നെ വേണം ഇതുപോലെ മാറ്റിയെടുക്കാനായിട്ട്. എന്നിട്ട് ഇതിനെ നമുക്ക്, ഞാനിപ്പോൾ ഉണ്ടായിരുന്ന ആ സംഗതി മുഴുവനും ഒരു 2 ഭാഗമായിട്ട് തിരിച്ച് അതിലൊരു ഭാഗത്തിന് ഇതേപോലെ ഇങ്ങനെ സിലിണ്ടർ ഷേപ്പിലാക്കി അതിനെ ഒന്ന് ചുരുട്ടി വെച്ച് കൊടുത്തു. മറ്റേത് ഇതേപോലെ തന്നെ ഒരു സിലിണ്ടർ ഷേപ്പിലാക്കി അതിനെ ഞാൻ ഇതിൽ മൂടി വെച്ച് കൊടുത്തു. എന്നിട്ട് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട്. ഇനി ഞാനൊരു പാൻ എടുത്തു, അതിലേക്ക് 2 ടീസ്പൂണ് പോപ്പി സീഡ് ചേർത്ത് കൊടുത്ത് ഇതിനെ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നിറമൊന്നും മാറരുത്, ഇതിൻ്റെ ജലാംശം വല്ലതും ഉണ്ടെങ്കിൽ അതൊന്ന് പോകാനായിട്ട്. 1 മിനിറ്റ് പോലും വേണ്ട കേട്ടോ. ഇതുപോലെ സ്പൂണും കൊണ്ടൊന്ന് നിരത്തിയിട്ട് കൊടുക്കുക, പെട്ടെന്ന് തന്നെ അത് റെഡിയായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞു അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതുപോലൊരു ബോർഡിലേക്ക് ആ പോപ്പി സീഡ് എല്ലാം വിതറി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ ഈ റോള് ഒന്ന് ഉരുട്ടുകയിട്ട്, അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ റോൾ ഉണ്ടാക്കി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ഒരു മധുരത്തിൻ്റേതും ഒക്കെ അംശമുള്ളത് കൊണ്ട് ഈ പോപ്പി സീഡെല്ലാം അതിൻ്റെ മുകളിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുമേ. കുറച്ചും കൂടെ വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി ചേർത്ത്, അതായത് 2 ടീസ്പൂണിന് പകരം 3-4 ടീസ്പൂൺ ഇട്ട് ഇതുപോലെ പറ്റിച്ച് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒറ്റ റോളെ മാത്രമേ ഈ പോപ്പി സീഡ്
പതിപ്പിച്ചിട്ടുള്ളൂ. മറ്റേത് ഞാൻ അല്ലാതെ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ രണ്ടും ഇതേപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പിനും അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഷേപ്പൊക്കെ അവരവർക്ക് തീരുമാനിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതേ ഉള്ളൂ. ഇത് വളരെ രുചികരമായിട്ടുള്ള ഒരു ഡിഷാണ്. അതേപോലൊക്കെ ഇത് കർക്കിടക മാസത്തിൽ മാത്രമല്ല, നമ്മൾക്ക് വർഷം മുഴുവനും കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാകും. പ്രത്യേകിച്ച് നമ്മളിതിൽ പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ചേർത്തിട്ടില്ല. ഡേറ്റ്സിൻ്റേതും തേനിൻ്റേതും മാത്രമേ ഇതിന് മധുരമുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ തയ്യാറാക്കി നോക്കിയിട്ട് കമൻ്റ് ഒന്ന് അറിയിച്ചാൽ വളരെ നന്നായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത്. ശരീരത്തിന് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഐറ്റംസാണ് ഇതിലെല്ലാം അടങ്ങിയിരിക്കുന്നത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.